ഗൈസ് അങ്ങനെ നമ്മൾ മെച്ചുക്കേന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇതാ ഇനി ബൂട്ടും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്. ബൈക്ക് പുറത്താണ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ നമ്മൾ ഒരു ബൈ ബൈ പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് അനീനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അനീനി മെച്ചുക്ക പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലഗേജ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഞാനും ഉണ്ട്. അപ്പോൾ നമ്മുടെ നേപ്പാളിൽ നിന്ന് വന്ന ഡ്രോയും കൂടെ ഉണ്ട് കേട്ടോ. ഓ താങ്ക് യു താങ്ക് യു. ഷുവർ ഷുവർ താങ്ക് യു. അതേ ഒരു പോകുന്നതിന് ഭാഗമായിട്ട് ചെറിയ ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു കേട്ടോ. അങ്ങനെ ലാൻഡ് സ്ലൈഡ് കാരണം നമുക്ക് ഇന്ന് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ഇനി നാളെ രാവിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ ഈ പറഞ്ഞ പോലെ അവിടെ പണി നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ആയിട്ടില്ല. സ്റ്റിൽ വർക്ക് നടക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ലാൻഡ് സ്ലൈഡ് കാരണം നമ്മൾ വണ്ടി പോസ്റ്റ് ആയിരിക്കും. നോർത്ത് ഈസ്റ്റിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ലാൻഡ് സ്ലൈഡ് എന്നുള്ളത്. അങ്ങനെ എൻ്റെ അനീനിലേക്കുള്ള മടക്കയാത്രയ്ക്കിടയിലും നമുക്കൊരു ലാൻഡ് സ്ലൈഡ് കിട്ടി കേട്ടോ. ശരിക്കും ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് പോലും ചെറിയ ചെറിയ ലാൻഡ് സ്ലൈഡ്സും കാര്യങ്ങളും ലൈവായിട്ട് കാണാൻ സാധിച്ചു. റോഡ് കംപ്ലീറ്റ് ആയി പോയതുകൊണ്ട് തന്നെ വലിയ റോക്കും കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റ് ചെയ്തിട്ട് വേണമായിരുന്നു റോഡിൽ നിന്ന് മാറ്റാനായിട്ട്. സോ അങ്ങനെ ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി അവിടെ പോയെന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 5-6 മണിക്കൂർ കൊണ്ട് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞ റോഡ് ക്ലിയർ ചെയ്യാനായിട്ട് ആ ഒരു എൻ്റെ ഡേ തന്നെ വേണ്ടി വന്നു കേട്ടോ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അനീനിയാണ് കേട്ടോ. അപ്പോൾ അനീനിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മെച്ചുക്കയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത അതേ സ്ഥലമായിട്ടുള്ള ആലുവയിൽ നിന്നാണ്. ആലുവയിൽ നിന്ന് നമ്മൾ നേരെ റോയിങ് പോകുന്നു. റോയിങ് ചെന്നതിന് ശേഷം അനീനി അങ്ങനെ പിടിക്കാന്നുള്ള ഇതിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെൽപ്പാടങ്ങൾ, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പുല്ലിട്ട വീടുകൾ കേട്ടോ. ഇതിലെ യാത്ര ചെയ്യുന്ന മുഴുവനില്ലേ ഇങ്ങനെ ഈ മലകളുടെ തണലിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു തണലിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ആ പുറകിൽ കാണുന്ന മൗണ്ടൻ്റെ ആണ് കേട്ടോ. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും തണൽ മാറും. വെയിലേക്ക് പതുക്കെ കയറാൻ പോവാണ് നമ്മളങ്ങനെ. ഇപ്പോൾ വെയിലേക്ക് കയറി. ഇനി നമുക്ക് അടുത്ത മൗണ്ടൻ നമുക്ക് അപ്പുറം ചെല്ലുമ്പോഴത്തേനും തണൽ തരും കേട്ടോ. വരുന്നവഴി ഒരു കാറ് പറഞ്ഞു കിടക്കുന്നുണ്ട്. Let's check because nobody is here, right? Anybody inside? Hello? No, I think nobody. Just put the light. I just pick up the blue bed. No one, right? Okay, it's okay. Then close.
അങ്ങനെ ഏകദേശം രാത്രി ആയപ്പോഴത്തേനും ഞങ്ങൾ റോയിങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇപ്പോൾ നമ്മൾ റോയിങ് ആണുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം എവിടെയും പോകാതെ ഒരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കി കഴിഞ്ഞാൽ ഫുൾ കംപ്ലീറ്റ് സാധനങ്ങളാണ് കേട്ടോ. ഫുൾ അഴിച്ച് കുറച്ചിട്ടേക്കുവാണ്. Hello guys. Tell me something. So I'm driving that smart bike car. Thank you, bhai, for the drive. Writing in the margins of my mind all day, sipping herbal in the morning just to feel okay. Had a dream I was water just flowing through space, till I landed on the record that my grandma would play. Talk sweet like jazz in the park after rain. What a grass smell green and the air feels sane. Put the phone on mute, let the silence explain. I don't need much, just a book in the brain. Used to chase things that were run from me. Now I sit still, let the peace come free. Paint a verse in the sky with a loose leaf. While the moon do a dance with a soft oak tree. Let it ride, let it be, let it be what it be. Got a breeze in my chest and a thought run free. I don't rush, I don't race, I just float on 3. Got a vibe in my soul, got a life on key. Let it ride, let it breathe, let it roll like that. Got the world in my cup and the beat in the back. Bro, thank you so much. Thank you. നമ്മൾ മുകളിലേക്ക് കയറും തോറും ഇങ്ങനെ ചെറിയ ചെറിയ വീതി കുറഞ്ഞ വഴികളൊക്കെ ആയി തുടങ്ങിയിട്ടോ. ഇവിടെ ആക്ച്വലി ഈ റോഡുകളൊക്കെ ഭരിക്കുന്നത് സുമോസാണ്. അപ്പോൾ സുമോയിൽ ഇതൊക്കെ ചിക്കനും സംഭവങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്. മുകളിലുള്ള ഹോട്ടൽസിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഈ കോഴികളൊന്നും അത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ഈ കോഴികളെയും എല്ലാ സംഭവത്തിനെയും താഴെ നിന്നാണ് അവർ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്കത് മുന്നിൽ ഇങ്ങനെ വീതി കുറഞ്ഞ് ഇങ്ങനെ മലയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് കിടക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും മൂഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ തരുന്നത് കേട്ടോ. സോ അതെല്ലാം എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 196 കിലോമീറ്ററോട് ഉണ്ടായിരിക്കും എത്താനായിട്ട് കേട്ടോ. ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ ഇതുപോലുള്ള സമയത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഇതുപോലെ പൂക്കൾ വിരിച്ച റോഡുകളാണ് കേട്ടോ നമ്മൾ വരവേൽക്കുന്നത്. അത് ഒരു അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ. ആയിട്ട് എംറ്റി ആയിട്ട് യാതൊരുവിധ ട്രാഫിക് ഇല്ലാതെ ഇങ്ങനെ ലോൺലി ആയിട്ട് കിടക്കുന്ന കുറേയധികം റോഡ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നേരം കുറേ നേരമായിട്ട് ഞാനിപ്പോൾ ഇതിൽ വണ്ടി ഓടിക്കുകയാണ്. ഇതേവരെ ഞാൻ ഒരു വണ്ടി പോലും ഇവിടെ കണ്ടില്ല കേട്ടോ. അതുപോലെ കുറേ കാറുകളൊക്കെ കാണാം കേട്ടോ. മൊത്തം എന്താ പൊന്നോ, ഒന്നും ബാക്കിയില്ല. ചളങ്ങി പണ്ടാരം അടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അന്നെന്തോ ലാൻഡ് സ്ലൈഡ് എന്താ പറ്റിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് എത്തുന്നതോറും നമുക്ക് തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ താഴെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള സ്ഥലമാണ്. പക്ഷെ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ കോടയൊക്കെ കയറി പതുക്കെ അത്യാവശ്യം നല്ല തണുപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചൂട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ തണുപ്പ്, അങ്ങനെ ഒരു മാജിക്കലായിട്ടുള്ളൊരു ക്ലൈമറ്റ് വരുന്നൊരു റോഡിൽ കൂടെയാണ് ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റോഡ് തന്നെ കാണാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയായി. ഞാൻ എൻ്റെ യെല്ലോ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. നമുക്ക് കയറി നോക്കാം. നോ, ഇറ്റ്സ് ക്ലോസ്ഡ്. What type of bird is that? Oh, mo. അനിലേക്ക് പോകുന്ന വഴി നമുക്ക് ഭയങ്കര റെയറായിട്ടാണ് കഫേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ മയോദ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്ച്വലി ആർമിയുടെ ഒരു കഫേ എന്നാണ് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. എസ്പെഷ്യലി നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ അവിടുത്തെ സമോസയും കാര്യങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ഹൈറ്റിൽ വന്ന് ഇത്ര അടിപൊളിയായിട്ടൊരു ഫുഡ് കഴിക്കാൻ പറ്റും എന്നുള്ളത്.
कितना टाइम लगेगा? 1 बजे. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ റോഡ് തുറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന വണ്ടികളെല്ലാം മേലോട്ട് പൊടിപാറ്റിനെ പോലെ പൊടി പറത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പ്രസ് ആയതുകൊണ്ട് അതിൽ ഇതിലേക്ക് ചാടിച്ചിട്ടാണ് ഉണ്ടോ. എല്ലാവരും ഞാൻ പൊട്ടിക്കും. റോഡ് എവിടെയെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അതുപോലെ പൊടി. എൻ്റെ പൊന്ന. പൊളിക്കും. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നല്ല ബ്ലൂ ആയിട്ടുള്ള റിവറാണ് കേട്ടോ പോകുന്നത്. ആ ഓ എൻ്റെ പൊന്നെ. അവിടെ നമുക്ക് ഈ റൂട്ടൊക്കെ ഏത് വണ്ടി കൊണ്ട് പോകാം കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫണ്ണായിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്ത് ഫുൾ ത്രോട്ടിലൊക്കെ കൊടുത്ത് വണ്ടി ഓടിച്ചിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വണ്ടി വേണം. അല്ലാതെ ഏത് വണ്ടി എടുത്താലും നമുക്ക് ആ ഒരു വൈബ് പിടിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇങ്ങനത്തെ വണ്ടിയും സാധാ വണ്ടിയായിട്ടുള്ളൊരു വ്യത്യാസം. പോകുന്നത് ആർക്ക് വേണമെങ്കിലും പോകാം കേട്ടോ, യാതൊരുവിധ പ്രോബ്ലം ഇല്ല. പക്ഷേ ഫുൾ വൈബ് അടിച്ച് പോകണമെങ്കിൽ യു ഷുഡ് നീഡ് എ അഡ്വഞ്ചർ ബൈക്ക്.
സിറ്റി വാലിയൊക്കെ ഇറങ്ങിയ സമയത്തുള്ള പോലത്തെ ഒരു കൊടും വളവുകളാണ് കേട്ടോ. എൻ്റെ പൊന്നെ, വണ്ടി ഒന്ന് തന്നെയാ സീൻ. കോൺട്ര എല്ലായിടത്തും ആൾട്ടോ. ചള്ള ചള്ള. നേപ്പാളി ബ്രോയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവന് ഫുഡ് കഴിക്കണോ വേണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറം സൈഡാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി അത് ഞാൻ കൈ കാണിച്ച കണ്ടില്ല, പുള്ളി ജെറ്റ് അടിച്ച് പോയി. ഇനി പുള്ളീനെ പോയി പിടിക്കണം. പുള്ളി ഒരു ഒറ്റ മൈൻഡാണ് കേട്ടോ. ഒറ്റയടിക്ക് പുള്ളി അങ്ങ് പോയി. അങ്ങനെ നമ്മൾ റൈഡർ ബോയ് സുധീനെ പിടിച്ചിരിക്കുകയാണ്. ചെക്കൻ ആദ്യം കുറേ അങ്ങ് കയറി പോയിട്ടോ. അനീനി എത്താനായിട്ട് ഏകദേശം ഒരു 74 കിലോമീറ്റർ കൂടെയാണ് മാപ്പിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വഴി അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇതുവരെ കുറച്ച് അലമ്പെന്നല്ല, ഇപ്പോൾ ഇതുവരെ നമ്മൾ കുറേ ലാൻഡ് സ്ലൈഡുകളിൻ്റെയൊക്കെ ഇടയിൽ കൂടെയൊക്കെ ചാടിയാണ് വന്നതെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടാർ ഇട്ടേക്കുന്ന റോഡുകൾ കേട്ടോ. ഇടയ്ക്കൊക്കെ ചെറിയ ലാൻഡ് സ്ലൈഡിൻ്റെ സംഭവങ്ങളൊക്കെ കാണാം. ബട്ട് സ്റ്റിൽ ഈ റോഡ് അടിപൊളിയാണ്. നല്ല മൗണ്ടൻ്റെ ഇടയിൽ കൂടെ ഇത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള റോഡ് കേട്ടോ. അയ്യോ, ഇതിൽ വണ്ടി ഓടിക്കുന്ന തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ നമുക്ക്.
ശരിക്കും ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങൾ മാത്രമല്ല കേട്ടോ, അങ്ങോട്ട് പോകുന്ന വഴിയും വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമുക്ക് ഈ വഴികളിലൊക്കെ കാണുമ്പോൾ തന്നെ ഈ ഒരു ട്രെക്കിങ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഭംഗിയാണ്. അങ്ങനെ മെച്ചിക്കൻ നമ്മൾ ഇറങ്ങി ഏകദേശം 5 ദിവസം എടുത്തിട്ടാണ് നമ്മൾ അനീനി എത്തിയത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന വഴി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു, മോശം റോഡുകളുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വാട്ടർഫാൾസ് കണ്ടിരുന്നു. അങ്ങനെ മറക്കാനാവാത്ത കുറേ അധികം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ അനീനിയിൽ എത്തിയത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അധികം ആൾക്കാരൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത അനീനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസും ഇവിടുത്തെ ലാൻഡ്സ്കേപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.